ഹായ് ഡിയേഴ്സ്, CMTC 002 പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയിംസ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. പ്രൊവൈഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. അപ്പൊ അവിടെ എന്താണ് നമ്മള് കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡെവലപ്മെന്റുകൾ? സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതിന്റെയൊക്കെ കൂടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് കൂടെ കുട്ടികൾക്ക് ഉണ്ടാവുകയും ഒരു ലൈഫ് ലോങ് ലേണിങ്ങിന് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ആ ഒരു താല്പര്യവും അതുപോലെ തന്നെ ആ ഒരു ഫൗണ്ടേഷൻ അതിന്റെ സ്മൂത്ത് ആയിട്ട് നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ സ്കൂൾ. അപ്പൊ പ്രീ സ്കൂൾ എന്നാണ് അല്ലെ ആ ഒരു ടേം തന്നെ. സ്കൂളിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മള് ആ ഒരു പ്ലേ സ്കൂളിലൂടെ LKG അല്ലെങ്കിൽ ജൂനിയർ കിൻഡർ ഗാർഡനിലൂടെ ദെൻ UKG എന്നുള്ള രീതിയിൽ സീനിയർ കിൻഡർ ഗാർഡനിലൂടെ കുട്ടിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രൈമറി സ്കൂളിലോട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുട്ടിയെ എത്തിക്കാനും കുട്ടിയെ തയ്യാറെടുപ്പിക്കാനും വേണ്ടിയിട്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതും നമ്മുടെ പ്രീ സ്കൂളിന്റെ എയിമില് വരുന്നതാണ്. ദെൻ മാക്സിമൈസ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓവറോൾ ഡെവലപ്മെന്റ്, ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പ്രീ സ്കൂളിന്റെ ഒരു എയിം ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളെയും മാക്സിമം പുറത്തു കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റീസും എൻവയോൺമെന്റും ഒക്കെ പ്രീ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ മാക്സിമം പൊട്ടൻഷ്യാലിറ്റി പുറത്തു കൊണ്ടുവരാൻ പറ്റും. ദെൻ നോക്കാം, കണക്ട് വിത്ത് ദെയർ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. അപ്പൊ സ്കൂളിന്റെ എൻവയോൺമെന്റിലോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരിക്കും, ഒരു വീട്ടില് അവരുടെ പാരന്റ്സ് ആ ഒരു സേഫ് സോണിലായിരിക്കും. കുട്ടിക്ക് ഏറ്റവും പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെയാണ് കുട്ടി ഉണ്ടാവുക. കുട്ടിയുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടിക്ക് ലൈഫിൽ എന്തില്ല, ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, തോന്നുന്ന പോലെ എന്നുള്ള രീതിയിലാണ് അല്ലെ. കുട്ടിയുടെ വാശി, ദേഷ്യം എല്ലാം കാണിക്കും. ആ ഒരു രീതിയിലാണ്, ഒരു ഇമോഷണലി ബാലൻസ്ഡ് അല്ലാത്ത ഒരു തീരെ കുട്ടിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാത്ത ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചിരുന്ന കുട്ടി പുതിയൊരു എൻവയോൺമെന്റിലോട്ട് വരികയാണ്. ഫസ്റ്റ് കുട്ടിക്ക് എന്താണ്, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നീട് ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടി ആക്റ്റീവായി തുടങ്ങും, എല്ലാവരുമായിട്ട് മിംഗ്ലിംഗ് ആവും. അത് കഴിഞ്ഞ് പിന്നെ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുട്ടി പെട്ടെന്ന് തന്നെ ആ ഒരു എൻവയോൺമെന്റുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആവും, പെട്ടെന്ന് കണക്ട് ആവും. അതാണ് കണക്ട് വിത്ത് ദെയർ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഡെവലപ്പ് ഹെൽത്തി ആറ്റിറ്റ്യൂഡ്. കുട്ടിക്ക് എന്തുണ്ടാവും, നല്ല നല്ല ആറ്റിറ്റ്യൂഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. നല്ല രീതിയിൽ ടീച്ചേഴ്സിനോടും കൂടെയുള്ള കുട്ടികളോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും ഒക്കെ ബിഹേവ് ചെയ്യാനും നല്ലൊരു കുറച്ചുകൂടെ ഒരു എന്താണ്, ആ ഒരു 3 years ഏജ് ഗ്രൂപ്പ് ഉള്ള ആ ഒരു സമയത്തേക്കാൾ കൂടുതൽ നല്ല മെച്യൂരിറ്റി കിട്ടുകയും നല്ല രീതിയിലുള്ള ആ ഒരു സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ കുട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡെവലപ്പ് ഗുഡ് വാല്യൂസ്. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ എയിംസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ ഈ ഡിഫറെന്റ് എയിംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനും കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഗുഡ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുക, അതായത് കുട്ടികളിൽ ആ ഒരു 3 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളുടെ അവരുടെ ഏറ്റവും എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണത്. ആ ഒരു സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം മിക്കവാറും കുട്ടികളും ലൈഫ് ലോങ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുട്ടികൾക്ക് നല്ല വാല്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ, മറ്റു മുതിർന്ന ആൾക്കാരെ എന്താണ് റെസ്പെക്ട് ചെയ്യുക, കൂടെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, അവരെയും റെസ്പെക്ട് ചെയ്യുക, ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും ഒക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്,
നല്ലൊരു ലൈഫ് സ്റ്റൈല് ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ എന്താണ് ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകുക, അങ്ങനെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് യൂണിഫോമും ഡ്രസ്സും ബുക്കും അതുപോലെ തന്നെ സറൗണ്ടിങ്സും എല്ലാം നല്ല നീറ്റ് ആയിട്ട്, അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ഗുഡ് വാല്യൂസ് നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ നോക്കുക ഡെവലപ്പ് സ്കിൽസ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആ ഒരു 3 years ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളാണ്. അവർക്ക് പെൻസിൽ പോലും നേരെ പിടിക്കാൻ പറ്റണം അറിയണം എന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു എന്താണ് ഫിംഗറിന്റെ കോർഡിനേഷനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അവര് സ്വന്തമായിട്ട് വാക്കുകൾ പോലും കൃത്യമായിട്ട് പറയാൻ പഠിക്കുന്നത് ഒരുപക്ഷെ പ്രീ സ്കൂളുകളിലായിരിക്കാം. അതുപോലെ തന്നെ എന്താണ് പാട്ട് പാടാനും കഥ പറയാനും അതുപോലെ വരക്കാനും അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് പറ്റും. ദെൻ ഡെവലപ്പ് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ള കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുക, ടീച്ചേഴ്സിന്റെയും ക്ലാസ്മേറ്റ്സിന്റെയും ഒക്കെ കൂടെ കാര്യങ്ങൾ ചെയ്യുക, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ള ആൾക്കാരോട് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു, നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടൊക്കെ സംസാരിക്കാൻ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിക്കുന്നതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. കുട്ടിയുടെ ലാംഗ്വേജ് അതിനു മുമ്പ് എന്തായിരിക്കും, കുട്ടി എന്ന് പറയുന്നത് പാരന്റ്സിന്റെയും ആ കുട്ടിയുടെ സേഫ് സോണിലായിരിക്കും. അപ്പൊ അവിടെ കൊഞ്ചിയൊക്കെ ആയിരിക്കും കുട്ടികൾ സംസാരിക്കുക. ചിലപ്പോൾ വാക്കുകളൊന്നും അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒന്നും കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയണം എന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ദെൻ ഡെവലപ്പ് ലിറ്ററസി. കുട്ടികൾ എന്താണ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ഇത്രയാണ് എയിംസിൽ വരുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നോക്കാം. എന്തൊക്കെയാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്? ടു പ്രൊവൈഡ് എ ചൈൽഡ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ദാറ്റ് ഈസ് സേഫ്, സെക്യൂർ, കെയറിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ്. അപ്പൊ എന്തായിരിക്കണം, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് വളരെ സേഫ് ആയി സെക്യൂർ ആയി, എന്നാൽ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ കുട്ടികൾക്ക് എന്താണ്, അവർക്ക് നമ്മളിപ്പോ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി എന്ന് ചൈൽഡ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയും അല്ലെ, കുട്ടികളുടെ ഇൻട്രസ്റ്റുകളും നീഡ്സുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ദെൻ ടു എൻഹാൻസ് ദ ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ത്രൂ പ്ലേ. അതുപോലെ കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ പ്ലേ ആണ്. ലേണിംഗ് ബൈ പ്ലേയിങ് ആണ് ഇവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് തേർഡ് വൺ നോക്കൂ, ടു എൻകറേജ് ചിൽഡ്രൻ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ആൻഡ് ടു ഫീൽ വാല്യൂഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. കുട്ടികളെ എന്ത് ചെയ്യാണ്, അവർക്ക് എന്താണ് സ്വയം അവർക്ക് ഞാൻ കൊള്ളാം എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എൻകറേജ്മെന്റ് കൊടുക്കുകയും അതുപോലെ കുട്ടികൾക്ക് എന്താണ് അവരൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അവൻ കുട്ടിയല്ലേ എന്ന് നിസ്സാരവൽക്കരിക്കാതെ അവൻ എന്താണ് അവൻ അല്ലെങ്കിൽ അവൾ ആ ഒരു കുട്ടി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ആ കുട്ടിയെ വിലമതിക്കുന്ന അത്രയ്ക്കും വാല്യൂ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. Then നോക്കാം, to promote children's social, intellectual and physical development through play and structured activities, preparing them for a smooth transition from preschool to school. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ എല്ലാ ഡൊമൈൻസിലുള്ള ഡെവലപ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. സോഷ്യൽ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്നു, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യുന്നു, ദെൻ അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലേയും അതുപോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്നും സ്കൂളിലോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്ത് അവിടെയും കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്ത് സ്മൂത്ത് ആയിട്ട് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ടു റെഗുലർലി ഒബ്സർവ് ആൻഡ് പ്ലാൻ ഫോർ ഈച്ച് ചൈൽഡ്സ് പ്രോഗ്രസ്. അതുപോലെ തന്നെ എന്താണ്
പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്താണ്? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അവരുടെ ഓരോരോ പ്രോഗ്രസ്സുകളും പ്ലാൻ ചെയ്ത് ഒബ്സർവ് ചെയ്ത് കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ അവരെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. Then to honor parents' trust that we will nurture their child and give them quality care. അതുപോലെ തന്നെ പാരന്റ്സിനെ എന്ത് ചെയ്യുന്നു? പാരന്റ്സിന് ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലോട്ട് നമ്മളെ കുട്ടികളെ വിടുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടല്ലേ? പാരന്റ്സ് എന്നുള്ള രീതിയിൽ എന്താണ് നമ്മുടെ കുട്ടി നല്ല രീതിയിൽ എന്തായിരിക്കും? നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും, നല്ല ക്വാളിറ്റിയും കെയർ ഒക്കെ കുട്ടിക്ക് കിട്ടിയിട്ട് കുട്ടിക്ക് ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാരന്റ്സിന് ഒരു വിശ്വാസം ഉണ്ടാവണം അല്ലെ? അപ്പൊ പാരന്റ്സിന് ആ ഒരു വിശ്വാസവും ട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് അവരുടെ കുട്ടിയെ നല്ലൊരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലോട്ട് വിടാനും ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ അവർ തയ്യാറാവുള്ളൂ. ഇപ്പൊ എല്ലാ പാരന്റ്സും തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? പാരന്റ്സിന് വിശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ട് അവർക്ക്, നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനും കെയറും ഒക്കെ കുട്ടിക്ക് കിട്ടി ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നുള്ള. അപ്പൊ അത്തരത്തിലുള്ള പാരന്റ്സിന്റെ ട്രസ്റ്റ് നേടുക, അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനും കെയറും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. നോക്കുക, to work within the guidelines of the early years of foundational stage. അപ്പൊ എന്താണ്? കുട്ടികൾക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികളുടെ ആ ഒരു എഡ്യൂക്കേഷൻ, ഏർലി എഡ്യൂക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗൈഡ് ലൈൻ വെച്ച് ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. Then to follow the guidelines and requirements of the registering bodies. അതുപോലെ തന്നെ എന്താണ്? അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോഡീസ് ഉണ്ടാവും അല്ലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസും നിർദ്ദേശങ്ങളും റിക്വയർമെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് നോക്കുക, to work as partners with the parents, carers and offer flexibility that allows each child's individual needs to be met. അപ്പൊ എന്താണ്? പാരന്റ്സുമായിട്ട് വർക്ക് ചെയ്തിട്ട് പാരന്റ്സുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കുക, അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ആ ഒരു ഇൻഡിവിജ്വൽ നീഡ്സും അതുപോലെ പാരന്റ്സിന്റെ ഒക്കെ ഒപ്പീനിയൻ ഒക്കെ അറിഞ്ഞുകൊണ്ട് പാരന്റ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോവുക. Then to make parents carers feel welcome and provide an atmosphere where both children and adults feel happy and comfortable. അതുപോലെ തന്നെ പാരന്റ്സ് എന്താണ് എപ്പോഴും എന്താണ് അവർക്ക് സമയത്തും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് സ്കൂളിൽ പോകാനും ആ ഒരു രീതിയിൽ പാരന്റ്സിനെ എപ്പോഴും വെൽക്കം ചെയ്യുന്ന ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. അതുപോലെ തന്നെ അവിടെ എന്തായിരിക്കും? ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരുപോലെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ചില പാരന്റ്സ് ഉണ്ട്, അവരെന്തായിരിക്കും? അവർക്ക് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ആ സ്കൂളിൽ പോയിട്ട് എങ്ങനെ പറയും? പ്രിൻസിപ്പാള് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സ്കൂൾ സിസ്റ്റം ഒരു എന്താണ് ഭയങ്കര ഒരു ശരിയില്ല, കുട്ടിയെ മാറ്റി ചേർക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ അങ്ങനെ ആവരുത് അല്ലേ? നമ്മളെപ്പോഴും എന്താണ് പാരന്റ്സിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് പാരന്റ്സിനും കുട്ടികൾക്കും ഒക്കെ നല്ല ഫ്രീ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എ ഗുഡ് ഹെഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബിഗിനിങ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ലേണിങ്ങിന് നല്ലൊരു ബിഗിനിങ് കിട്ടുന്നു എന്നുള്ളതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് ഫീച്ചർ. അതിന്റെ സവിശേഷതകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എ ഗുഡ് ഹെഡ് സ്റ്റാർട്ട്സ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ ലേണിങ്ങിന് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ബിഗിനിങ്ങിൽ തന്നെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ, നല്ലൊരു തുടക്കം കിട്ടുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, ടീച്ചിങ് ഇൻ എ ഫൺ ഫീൽഡ് വേ. അതായത് കുട്ടികൾ വളരെ ഫണ്ണായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പ്ലേ വേ മെത്തേഡിലൂടെ ഒക്കെയാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ദെൻ
ലേണിംഗ് ബൈ പ്ലേയിങ് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം എന്താണ് കാര്യങ്ങൾ കളികളിലൂടെയാണ് കുട്ടികൾ കൂടുതലും കാര്യങ്ങൾ പഠിക്കുന്നതും കുട്ടികൾ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതും. ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിംസ് അതുപോലെ പ്ലേ ഇതിലൂടെയൊക്കെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് അവർക്ക് മടുക്കുമില്ല, അവർക്ക് നല്ല റിലാക്സ്ഡ് ആയിരിക്കും, എന്നാൽ അവർ കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുകയും ചെയ്യും. ദെൻ പുട്ടിങ് ചിൽഡ്രൻ ഓൺ എ പാത്ത് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്, അതുപോലെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാണ് ജീവിതകാലം മൊത്തം പഠിക്കുക എന്നുള്ള ആ ഒരു പാത്തിലോട്ട് കുട്ടികളെ നമ്മൾ ലീഡ് ചെയ്യാണ്. അതായത് ആ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് കുട്ടികൾ ആ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുള്ളൂ, ഫോർമൽ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പിന്നീടും കാര്യങ്ങളെ പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്ന ആ ഒരു രീതിയിലോട്ട് കുട്ടികളെ ലീഡ് ചെയ്യാൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹയർ ഡെവലപ്മെന്റ് ഇൻ ലാംഗ്വേജ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്കിൽസ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ മാത്തമാറ്റിക്സിലും ഒക്കെ എന്താണ് കാൽക്കുലേഷൻ ഒക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ലാംഗ്വേജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു രീതിയിലൊക്കെ നല്ല ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ട്. ദെൻ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്, അതുപോലെ മറ്റുള്ള കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും അത് അങ്ങനെ മിങ്കിൾ ചെയ്ത് പുതിയൊരു എൻവയോൺമെന്റും ആയിട്ടൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട് സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ എക്സ്പോഷർ ടു എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അപ്പൊ മറ്റുള്ള കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ നല്ലൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്യൂച്ചർ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് എന്താണ് ബിൽഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ അടിത്തറ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ, ഏറ്റവും ബേസ് ആണ്. അപ്പൊ ആ ഒരു ലേണിംഗ് എന്നുള്ള ആ ഒരു ജേർണിയിലോട്ട് കുട്ടികൾ എന്താണ് പോകുന്ന ആ ഒരു സമയത്ത് ഈ ഒരു എന്താണ് ഏജ് എന്ന് പറഞ്ഞാൽ 3 to 6 ഇയർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ് അല്ലെ. ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യണം, കുട്ടികളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് കുട്ടികൾ നല്ല രീതിയിൽ എന്താണ് ഓരോ കുട്ടികളും അവര് വ്യത്യസ്തരാണ്, അപ്പൊ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസോട് കൂടെ തന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് സംഭവിക്കാനും ഒക്കെ കാരണമാകുന്നു. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇത്തരത്തിൽ സെറ്റപ്പ് ചെയ്തതിന്റെ ഇത് കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Preschool education should consider the needs of children and individual differences. അപ്പൊ പ്രീസ്കൂൾ എഡ്യൂക്കേഷനിൽ എപ്പോഴും എന്താണ് കുട്ടികളുടെ ആവശ്യങ്ങളെ കൺസിഡർ ചെയ്യുന്നു. കുട്ടികൾക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഓരോരുത്തരും യൂണീക്ക് ആണ് അല്ലെ, ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പൊ ഓരോരുത്തരുടെയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നീഡ്സ് എന്തൊക്കെയാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ വർക്ക് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് നോക്കുക, preschool education should support the psychomotor, social, emotional, linguistic, and cognitive development of the child, build in self-care skills, and prepare the child for primary education. അതുപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ എന്താണ് കുട്ടികളുടെ സൈക്കോമോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. കുട്ടികളുടെ എന്താണ് മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അതിന്റെ കൂടെ തന്നെ എന്താണ് ബ്രെയിനും ഐയും അതുപോലെ തന്നെ എന്താണ് ഹാൻഡും ഒക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും എന്താണ് ഡിഫറെന്റ് ഡൊമൈൻസ് ഒരുപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. ദെൻ സോഷ്യൽ ഇമോഷണൽ, മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അതുപോലെ കുട്ടിയുടെ ഇമോഷൻസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാനും. മുമ്പ് എന്ത് കാര്യത്തിനും ദേഷ്യവും വാശിയും ഒക്കെ ഉള്ള കുട്ടിയായിരിക്കാം, പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യുന്നു, മറ്റുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ദേഷ്യം അവിടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, വാശി കൺട്രോൾ ചെയ്യുന്നു, കുട്ടിയുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നു. ദെൻ നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കുന്നു. അതുപോലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടിയുടെ നോളജ് ഡെവലപ്പ് ചെയ്യണം. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അറിവ് നിർമ്മാണമാണ്. ശരിക്കും കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് ഓൾറെഡി കുറച്ച് നോളജ് ഉണ്ടാവാം, അതിന്റെ കൂടെ ന്യൂ നോളജ് അപ്ഡേറ്റ് ചെയ്ത് അതിന്റെ കൂടെ സ്റ്റോർ ചെയ്ത് വെക്കാനും മെമ്മറിയിൽ സൂക്ഷിക്കാനും അത് ആവശ്യമുള്ളപ്പോ റീയൂസ് ചെയ്യാനും ഒക്കെ കുട്ടി റെഡി ആവുന്നു. അതുപോലെ തന്നെ എന്താണ് സ്വന്തമായിട്ട് കുട്ടി എന്താണ് സെൽഫ് കെയർ സ്കില്ലുകൾ പഠിക്കുന്നത്, കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാനും വാഷ് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനും ഹാൻഡ് വാഷ് ചെയ്യാനും
ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ബാഗിൽ അടുക്കി ഓർഡർ ആക്കിയിട്ട് വെക്കാനും അത്തരത്തിലുള്ള സ്വന്തമായിട്ട് കുട്ടി ചെയ്യേണ്ട സ്കില്ലുകളൊക്കെ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളെ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷനിലോട്ട് പ്രിപ്പയർ ചെയ്യാനുമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ടതാണ് അല്ലെ. Next point, to respond to the needs of children, preschool education institutions should provide education environments in compliance with an understanding of democratic education. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് കുട്ടികളുടെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ തന്നെ നല്ലൊരു എന്താണ് ജനാധിപത്യപരമായ രീതി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എന്താണ് കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ എൻവയോൺമെന്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. Then next നോക്കുക, while arranging for activities, means of the community and the school should be considered in addition to the needs and fields of interest of the children. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ കുട്ടികൾക്ക്. അപ്പൊ എന്താണ് ആ ഒരു കുട്ടികളുടെ ഇൻട്രസ്റ്റും നീഡ്സും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും സൊസൈറ്റിയുടെയും ഒക്കെ ഒപ്പീനിയൻസും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ആക്ടിവിറ്റി കൂടുതൽ എന്താണ് പീപ്പിൾ ഫ്രണ്ട്ലി ആക്കിയിട്ട് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിയുടെയും പാരന്റ്സിന്റെ എസ്പെഷ്യലി ചിൽഡ്രൻസിന്റെ നീഡ്സിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്യണം അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. Then next നോക്കുക, the process of education should start from what children already know and provide a room for learning by trying and experimenting. അപ്പൊ നമ്മൾ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കണം കുട്ടികളുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തുകൊണ്ട് ആയിരിക്കണം. അതായത് കുട്ടികൾക്ക് ഓൾറെഡി എന്തറിയാം എന്നുള്ളതിൽ നിന്നും എന്ത് ചെയ്യണം അവർക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെന്റിലൂടെയും അതുപോലെ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യം റൂംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താണ് എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ ഓൾറെഡി എന്താ ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ആനിമൽസിനെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം അവർക്ക് അവരോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അപ്പൊ അവർ ഉറക്കെ പറയുമല്ലേ, ഇപ്പൊ ആനയുടെ പിക്ചർ കാണിച്ചു തരുന്ന കൊടുത്താൽ മിക്ക കുട്ടികളും അത് എലിഫന്റ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആനിമൽസിനെ കാണിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇതുവരെ ഈ ഒരു ഗ്രൂപ്പിനെയാണ് ആനിമൽസ് എന്ന് പറയുന്നത് എന്നുള്ള ആ ഒരു തീമിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ കുട്ടികളുടെ പ്രീവിയസ് നോളജുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് നോളജ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും അവർക്ക് ഓൾറെഡി ഉള്ള നോളജിന്റെ കൂടെ പുതിയ നോളജ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുക. ഇപ്പൊ കുട്ടികളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത കാര്യം ഒരു അവരുടെ നോളജുമായിട്ട് കണക്ട് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നോക്കാം, education given in preschool phase should be contributory to the development of children in terms of affection, respect, cooperation, responsibility, tolerance, solidarity and sharing. അപ്പൊ നമ്മൾ എന്തായിരിക്കണം പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യണം. അഫെക്ഷൻ അല്ലെ, മറ്റുള്ള കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും പാരന്റ്സുമായിട്ടും ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടും ഒക്കെ ഉള്ള ഒരു അഫെക്ഷൻ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷനെയാണ് റാപ്പോ എന്ന് പറയാം. റാപ്പോർട്ട് എന്നാണ് നമ്മൾ എഴുതുക, റാപ്പോ എന്നാണ്. ഇപ്പൊ നമ്മൾ പറയും കുട്ടികളുമായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആ ഒരു അഫെക്ഷൻ ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവണം, റെസ്പെക്ട് ഉണ്ടാവണം, കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. അതുപോലെ തന്നെ നല്ല റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ അവർക്ക് ടോളറൻസ് നല്ല ക്ഷമയുണ്ടാവണം. അതുപോലെ തന്നെ സോളിഡാരിറ്റി, അതായത് നല്ല ഐക്യത്തോടെ നല്ല ഐക്യദാർഢ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടായി നല്ല ഷെയറിങ്ങോടെ കെയറിങ്ങോടെ ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ആ ഒരു കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു റിസൾട്ട് അതിലൂടെ നമുക്ക് കിട്ടണം അല്ലെ. Then education should impart in children self-respect, self-confidence and self-control.
അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പ്രീ സ്കൂൾ എഡ്യൂക്കേഷനോട് എന്തായിരിക്കണം, കുട്ടികൾക്ക് സെൽഫ് റെസ്പെക്ട്, അവർക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താണ്, ഞാൻ കൊള്ളാം, ഞാൻ സൂപ്പറാണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു ഫീൽ കുട്ടികൾക്ക് ഉണ്ടാവണം. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. എന്താണ്, സ്വയം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, എന്റെ ടീച്ചേഴ്സും എന്റെ കൂടെയുള്ളവരും എന്റെ പാരന്റ്സും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവരെനിക്ക് നല്ല എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കുട്ടികളിൽ സ്ട്രെങ്തൻ ചെയ്യണം. ദെൻ സെൽഫ് കൺട്രോൾ, കുട്ടിയുടെ ഇമോഷൻസ് ആണെങ്കിലും ദേഷ്യമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ്, കുട്ടിയുടെ എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഗുഡ് ആയിട്ടുള്ള ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ പഠിക്കുന്നതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലെ. അപ്പൊ ആ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് നോക്കുക, play is the best method of learning for children in this age group. All activities must be arranged on the basis of play. അപ്പം പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്ലേ. നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ടും എല്ലാ ക്ലാസ്സിലും ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണെങ്കിലും ഡിഫറെന്റ് കളികളിലൂടെ ആയിരിക്കണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിലൂടെ മാത്രമേ കുട്ടികൾക്ക് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. In communicating with children, no behavior that can hurt their personality should be adopted, and there must be no place for intimidation or restriction. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും അത് ഒരു കുട്ടിയെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ മനസ്സിനെയോ ഹൃദയത്തിനെയോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മളുടെ ഭാഗത്ത് നിന്ന്, ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നോ സ്കൂൾ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ കെയറിങ്ങോടെയാണ് നമ്മൾ അവരോട് ഇടപെടേണ്ടതും പെരുമാറേണ്ടതും സംസാരിക്കേണ്ടതും അല്ല. അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഒരിക്കലും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്തുന്ന പോലെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ പാടില്ല. അതായത് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലെ കുട്ടികളോട് പറയും, നീ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ ആകെ അവര് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ പകരം നമ്മൾക്ക് എന്താണ്, നമ്മൾ അവർക്ക് നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രീ സ്കൂളിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. Then next, children should be supported in developing independent behavior, and adult support, guidance and comforting proximity should be in place when they need help. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയർ ആവശ്യമാണ്. അതുപോലെ മുതിർന്ന ആൾക്കാരുടെ ഹെൽപ്പോടെയുള്ള കാര്യങ്ങളും വേണം അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് ആ ഒരു പ്രോക്സിമിറ്റി അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് എത്താൻ വേണ്ടി മുതിർന്ന ആൾക്കാരുടെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ആ ഒരു ലെവലാണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ആ ഒരു പ്രോക്സിമിറ്റി ലെവലിലോട്ട്, ഹയർ ലെവലിലോട്ട് എത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. ആ ഒരു സമയത്ത് എന്താണ്, അവർക്ക് ഹെൽപ്പ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ടും ഗൈഡൻസും ഹെൽപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും, എന്നാൽ നമ്മൾ ഓവറായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇന്റർഫിയർ ചെയ്യാതെ അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. Then children should be supported in recognizing the emotions of themselves and others. അപ്പൊ കുട്ടികൾ എന്താണ്, അവരുടെ ഇമോഷൻസിനെ എന്താണ് റെക്കഗ്നൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്താണ് അങ്ങനെ പരസ്പരം റെസ്പെക്ട് ചെയ്യാനും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതായത് സ്വന്തം ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും ഇമോഷൻസിനെ കുറിച്ച് തിരിച്ചറിയാനും, അത് മറ്റുള്ളവരുടെ ഇടയിൽ ബാഡ് ഇമോഷൻസ് ആണ്, അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും, അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും മനസ്സിലാക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവുകൾ കുട്ടിയിൽ എന്താണ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഇതിന് അനുസരിച്ച് ആ ഒരു രീതിയിൽ എന്താണ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സിസ്റ്റമായിട്ട് സപ്പോർട്ട് ചെയ്തു പോകാൻ കുട്ടികളും പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കാം,
Children should be supported in developing their imagination, creative and critical thinking skill, communicative and self-expressive powers. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും എന്താണ് അവരുടെ ഇമാജിനേഷൻ പവേഴ്സ്, അവർക്ക് കാര്യങ്ങൾ എന്താണ് കൂടുതൽ ഇമാജിനേഷനിലൂടെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അവരുടെ എന്താണ് കാര്യകാരണ സഹിതം കാര്യങ്ങളെ എന്താണ് വിശദീകരിക്കാനും അതിനെ എന്താണ് വിമർശനാത്മകപരമായിട്ടുള്ള രീതിയിലൊക്കെ എന്താണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനൊക്കെയുള്ള കഴിവിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ എന്താണ് കുട്ടിയുടെ നല്ല രീതിയിൽ എന്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ, ഇപ്പൊ കുട്ടി പുതിയൊരു വേർഡ് നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് കുട്ടിയുടെ സെൽഫ് എക്സ്പ്രസീവ് പവേഴ്സ് സ്ട്രെങ്തൻ ചെയ്യണം. കുട്ടി എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ഫ്രീഡവും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. Then, while developing programs, circumstances in the family and close environment should be taken into account. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം. നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള എൻവയോൺമെന്റിലോ ഒക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ചുറ്റുപാടും ഒക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ കണക്കിലെടുത്ത് ആ സാഹചര്യങ്ങൾ എന്താണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. Then the child and his or her family should actively take part in the process of education. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കുട്ടിയും കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ തന്നെ ഈ എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ ഈ ഒരു പ്രക്രിയയിൽ എന്ത് ചെയ്യണം, അവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവരുടെ ഇൻവോൾവ്മെന്റും ഇതിൽ ഉണ്ടാവണം. ക്ലിയർ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. The child's development and preschool education program should be regularly evaluated. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിനെ വിലയിരുത്തണം. കുട്ടിക്ക് എന്തൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ടോ, ഇങ്ങനെ ഓവറോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. റെഗുലർ ആയിട്ട് നമ്മൾ അതിനെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഔട്ട്കംസ് ഓഫ് ഇവാലുവേഷൻ ഓൺ പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ ഷുഡ് ഫീഡ് ബാക്ക് എഫേർട്സ് ഫോർ ഫർദർ ഡെവലപ്പിംഗ് ദ ചൈൽഡ്, ടീച്ചേഴ്സ് ആൻഡ് ദ പ്രോഗ്രാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അതിന്റെ ഔട്ട്കം എന്താണ്, ആ ഒരു പ്രീസ്കൂൾ എഡ്യൂക്കേഷന്റെ ഫീഡ്ബാക്കും അതൊക്കെ തന്നെ എന്താണ് പിന്നീടുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ടീച്ചേഴ്സിന്റെയും ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്താ ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് നെക്സ്റ്റ് ഇയറിൽ ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ ഒരു 5th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ടീച്ചേഴ്സ് കണ്ടെത്തുകയാണെങ്കിൽ കുട്ടിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മളുടെ അപ്പൊ നമുക്ക് പ്രീസ്കൂൾ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Preschool education helps in a child's emotional, social, and personal growth and development. Thus, it is of great importance for a preschool to have plenty of things to attract the attention of their students. അപ്പൊ പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആവട്ടെ, സോഷ്യൽ ആവട്ടെ, പേഴ്സണൽ ഗ്രോത്ത് ആവട്ടെ, ഡെവലപ്മെന്റ് ആവട്ടെ, ഇതിനൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, കുട്ടികളെ അവരുടെ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കാം, NIER അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏർലി എഡ്യൂക്കേഷൻ റിസർച്ച് ആണ് NIEER എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ NIEER എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ഗുഡ് പ്രീ സ്കൂൾ ഹാവ് എ ബെറ്റർ റീഡിംഗ്, മാത്സ് ആൻഡ് സയൻസ് സ്കിൽ ദാൻ ദോസ് ഹു ഡിഡ് നോട്ട് ഗോ ടു എ പ്രീ സ്കൂൾ. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് നല്ലൊരു
പ്രീ റീഡിങ് സ്കൂൾ എഡ്യൂക്കേഷന് മുമ്പ് തന്നെ നല്ല രീതിയിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും മാത്തമാറ്റിക് ആൻഡ് സയൻസ് സ്കില്ലുകളൊക്കെ കൂടുതലായിരിക്കും. അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയെ നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഓൾദോ എ ചൈൽഡ് ലേൺ ഹൗ ടു ടോക്ക് വൈൽ അറ്റ് ഹോം, ഇൻ പ്രീ സ്കൂൾ കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ആൻഡ് എക്സ്പോഷർ വിത്ത് children of same age group and teachers help them to enhance their communication skills. അപ്പൊ എന്താണ്, കുട്ടി വീട്ടിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു ലോക്കൽ ലാംഗ്വേജ് എന്താണോ ആ ഒരു രീതിയിലായിരിക്കും കുട്ടി സംസാരിക്കുക. പക്ഷെ ടീച്ചേഴ്സുമായിട്ടും മറ്റുള്ള കുട്ടികളുമായിട്ടും മിങ്കിൾ ചെയ്ത് എന്ത് ചെയ്യും, കുട്ടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കാനും കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കുട്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. Then at preschool, children build a strong foundation in social, pre-academic and general life skills that will give them a leg up in school and beyond. അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു സോഷ്യൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ മറ്റുള്ള കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും മിങ്കിൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക്കിന്റെ ആ ഒരു തൊട്ട് മുമ്പത്തെ പ്രീ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ജനറൽ ആയിട്ട് ലൈഫ് സ്കില്ലുകൾ, അതായത് ലൈഫിൽ ഫോളോ ചെയ്യേണ്ട സ്കില്ലുകൾ, നീറ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ ബുക്സ് ഒക്കെ നല്ല രീതിയിൽ ഓർഡറായി അറേഞ്ച് ചെയ്ത് വെക്കുക, പ്രോപ്പർ ആയിട്ട് ഇരിക്കുക, നടക്കുക, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കുക, ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും കുട്ടികൾ പഠിക്കുകയും അത് പിന്നീടുള്ള അവരുടെ മുന്നോട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലാണെങ്കിലും ലൈഫിലാണെങ്കിലും അവരെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ ഇതൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. Then preschool provides opportunities for children to learn in ways that interest them, building positive association with learning. അതുപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്താണ്, കുട്ടികളുടെ ഇൻട്രസ്റ്റും നീഡ്സും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ് റൂമും ഓപ്പർച്യൂണിറ്റീസും ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് പോസിറ്റീവ് ആയിട്ട് ആ ഒരു ലേണിങ്ങിനെ അപ്രോച്ച് ചെയ്യാനും അവരുടെ ലൈഫ് ലോങ് ആ ഒരു ലേണിങ്ങുമായിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാനും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഒക്കെ എൻഷുർ ചെയ്യാനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് പറ്റും. Then next നോക്കുക, the best preschool helps children develop a drive to learn that they will take with them throughout their time in school. അതുപോലെ നല്ലൊരു പ്രീ സ്കൂൾ ആണെങ്കിൽ എന്താണ്, അത് കുട്ടികളെ നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാനും അവര് ഏത് രീതിയിലാണോ നല്ല രീതിയിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ആ ഒരു രീതിയിലുള്ള ഡ്രൈവ് ആയിരിക്കും. ലേണിംഗ് ഡ്രൈവ് ആണെങ്കിലും കുട്ടികളുടെ ആക്ടിവിറ്റീസും എക്സ്പെരിമെന്റേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുട്ടികൾ ആ സ്കൂളിലുള്ള സമയത്ത് മാക്സിമം അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പ്രീ സ്കൂൾ എന്ന് പറയുന്നത്. When children play and engage in activities their peers, there will almost inevitably be minor conflict that bring frustration, anger and other emotional challenges. At a preschool, teachers offer a variety of games and activities that helps children build up pre-literacy skills. അപ്പൊ നമ്മൾ കുട്ടികൾ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ തമ്മിൽ എന്താണ് ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ദേഷ്യം വരും, അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പം പ്രീ സ്കൂളിലൂടെ എന്താണ് പയ്യെ പയ്യെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പ്രീ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ കുട്ടികൾക്ക് എന്താണ് അവരുടെ ലിറ്ററസി സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റുകളിലൂടെ ഒക്കെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ കുട്ടികൾക്ക് ഓഫർ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടികള് അവരുടെ ആ ഒരു ലിറ്ററസി സ്കിൽസും അതുപോലെ പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആൽഫബറ്റിക് സോങ്സ് പാടുന്നു, അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് സൗണ്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട്സ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള റൈംസ് ഒക്കെ അവരെ എന്ത് ചെയ്യുന്നു, ആ ഡിഫറെന്റ് സൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് സ്റ്റോറീസ് ഒക്കെ ഉറക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്താണ് അവരുടെ ലിസണിങ് സ്കില്ല് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഇപ്പോ ഈ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അതുമായിട്ട് പ്ലേ ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അതിന്റെ പ്ലേസിൽ അവർ പ്ലേസ് ചെയ്ത് വെക്കുകയും ആ ലെറ്റേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഇൻ അഡീഷൻ ടു ലേണിംഗ് ദീസ് ഫൗണ്ടേഷൻസ്, ചിൽഡ്രൻ ഓഫൺ ഡെവലപ്പ് എ സെൻസ് ഓഫ് excitement and motivation to continue learning.
അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മൾ ഡെവലപ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് എന്താണ് പിന്നെയും പിന്നെയും ലേണിംഗ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ക്യൂരിയോസിറ്റിയും മോട്ടിവേഷനും ഒക്കെ കിട്ടുകയും ആ ഒരു ലേണിംഗിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. Then നോക്കുക, preschool pre-literacy learning take place during activities that are inherently interesting to children, which builds positive association with the learning. അതുപോലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ അവർക്ക് പ്രീ ലിറ്ററസി ഉണ്ട് അല്ലേ? ഇപ്പം ആദ്യം തന്നെ അവർ ലെറ്റേഴ്സ് ഒന്നുമല്ല, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അതിലൂടെ പിന്നീടാണ് ഒരു ലെറ്ററിലോട്ടൊക്കെ വരുന്നത് അല്ലെ? അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ തന്നെ എന്താണ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കേട്ടോ ആ ഒരു റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ എഴുത്തും വായന, മാത്സ് സ്കില്ലുകള്, അതുപോലെ തന്നെ കുട്ടികളുടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രെയിനി ആയിട്ടുള്ള സ്കിൽസുകള്, ഇതൊക്കെ തന്നെ എന്താണ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യും. Many preschool activities are designed to help children develop physical coordination and fine motor skills. അപ്പൊ എന്താണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രീ സ്കൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ചിൽഡ്രൻസിന് അവരുടെ എന്താണ് ആ ഒരു ഡെവലപ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഫിസിക്കൽ കോർഡിനേഷനും അതുപോലെ ഫൈൻ മോട്ടോർ സ്കില്ലുകൾ, അതായത് എന്താണ് കുട്ടിയുടെ ബ്രെയിനും മൈൻഡും ആ ഒരു കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ഐയും ഹാൻഡും ഒക്കെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾ കൈകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്ത് ലേണിംഗ് ചെയ്യുന്നില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. Children are challenged to develop fine control of their fingers with the projects that involves threading with the beads, drawing or even cutting with the scissors. അപ്പൊ കുട്ടികൾ എന്താണ് അതിനുമ്പ് അവർക്ക് പെൻസിൽ പോലും ശരിക്കും പിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മള് ഫിംഗേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ബീഡ്സ്, കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ത്രെഡ് ചെയ്യാനും അതുപോലെ ഡ്രോ ചെയ്യാനും അതുപോലെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള സ്കില്ലുകളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് പറ്റുന്നുള്ളതാണ്. ദെൻ many preschools also offer quality opportunities for children to challenge themselves by jumping or climbing. അതുപോലെ തന്നെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പല പ്രീ സ്കൂളുകളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ജമ്പിങ്, അതുപോലെ തന്നെ ക്ലൈംബിങ്, ഇങ്ങനെ പിടിച്ചിട്ട് എന്താണ് ഈ നമ്മൾ വലിയ മൗണ്ടൈൻ ക്ലൈംബിങ് അതൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് അത്ര വലുതല്ല, എന്നാലും ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് കുട്ടികളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. Last but not the least, reason for preschool education's importance is it helps children prepare for kindergarten, which has gotten increasingly academic over time. അപ്പൊ ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ആ ഒരു ഫസ്റ്റ് ഏജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 3 to 4 എന്ന് പറയുന്നത് പ്ലേ സ്കൂൾ ആയിരിക്കും. അപ്പൊ പ്ലേ സ്കൂൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു നോളജ് ഒക്കെ പഠിച്ചിട്ട് അവരെ കിൻഡർ ഗാർഡനിലോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ കിൻഡർ ഗാർഡനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവരെ പ്രൈമറി സ്കൂളിലോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അവരുടെ അക്കാഡമിക്കലി അവരെ ഇൻക്രീസ് ചെയ്യാനും നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പ്രീ സ്കൂള് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? അപ്പോ എന്താണ് ആ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, എന്താണ് ഏജ്, എത്ര തൊട്ട് എത്ര വരെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് ഫസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ടു എൻഡ് അല്ലെങ്കിൽ ബിഗിനിങ് ടു അറ്റ് പ്രസന്റ് വരെയുള്ള എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് അറിയാലോ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ സ്വയം കണ്ടെത്തി എഴുതുക. ഓക്കെ, ബൈ, താങ്ക് യു.